വിശ്വാസികളെ അടുപ്പിക്കാനായി കാസർഗോഡ് CPM ഒരു പുതിയ നയവുമായി എത്തിയിരിക്കുന്നു. പാർട്ടി ഗ്രാമമായ കൊടക്കാട് നിന്ന് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് ഈ വിപ്ലവ തീർത്ഥാടന യാത്ര എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി അറിയേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായി കഴിഞ്ഞു. പഴനി ആണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്ന ടാഗ് ലൈനോട് കൂടിയ പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം കൂടിയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിശദമായ റിപ്പോർട്ടിനായി അനഘ ഹർഷനെ സമീപിക്കാം. അനഘ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിപ്ലവ തീർത്ഥാടന യാത്ര എന്നത് തന്നെ ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. പൂർണ്ണമായും അടവ് നയം മാറ്റുകയാണോ CPM? തീർച്ചയായും അനു, ദുർഗ, കൃത്യമായി തന്നെ CPM തങ്ങൾ എക്കാലത്തും സ്വീകരിച്ചു പോന്നിരുന്ന ഒരു നയം അതിൽ മാറ്റം വരുത്തി, പലയിടത്തും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാസർഗോഡ് കൊടക്കാട് ഉള്ള CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിപ്ലവ തീർത്ഥാടന യാത്ര. അതായത് ഈ മാസം CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുന്നത്. അടുത്ത മാസം ഏപ്രിൽ ആദ്യവാരമാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തീർത്ഥാടന യാത്ര, അതായത് ഈ തീർത്ഥാടന യാത്ര ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊടക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിൽ, CPM ഭരിക്കുന്ന കൊടക്കാട് ബാങ്കിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട്ടിലേക്ക് ഇവിടെ നിന്ന്, കൊടക്കാട് നിന്ന് യാത്ര പോകും. ഈ യാത്രയിൽ ആദ്യം ഇവർ പോസ്റ്ററിലൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രം, പഴനി, അങ്ങനെ ക്ഷേത്രങ്ങളിൽ യാത്ര പോകാം. അതിനുശേഷം ഈ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്നതാണ് ഈ കൊടക്കാട് ബാങ്ക് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വിപ്ലവ തീർത്ഥയാത്രയുടെ ലക്ഷ്യം. അതായത് ഈ കൊടക്കാടിനെ സംബന്ധിച്ച് എക്കാലത്തും ഈ CPMന്റെ അവകാശവാദം അതൊരു പാർട്ടി ഗ്രാമമാണ്, അത് CPMന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മറ്റ് പാർട്ടിക്കാർക്കൊന്നും തന്നെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ ഉള്ളൊരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് ഈ കൊടക്കാട്. മാത്രമല്ല അവിടെ പോലും ഈ ജനങ്ങൾക്ക് പാർട്ടിയോട് വല്ലാത്തൊരു അകൽച്ച ഉണ്ട് എന്നാണ് CPMന്റെ ബോധ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസികളെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന്, കാസർഗോഡ് കൊടക്കാട്ടെ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മറവിൽ വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 4700 രൂപയാണ് ഈ തീർത്ഥാടന ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈടാക്കുന്ന ചാർജ്. അങ്ങനെ ഇവർ 24ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക എന്നത് എവിടെയും ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ച് പറയുന്നില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തീർത്ഥാടന യാത്രയാണ്. അതിലേക്ക് എത്തുന്ന ആളുകളെ ഈ പാർട്ടി കോൺഗ്രസിലും പങ്കെടുപ്പിക്കുക എന്നൊരു, അതായത് ഇവർ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും പാർട്ടിയുടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് CPMന്റെ കാസർഗോഡ് കൊടക്കാട്ടെ CPMന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുന്നത്. ഏപ്രിൽ ആദ്യവാരമാണ് ഈ 24ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിപ്ലവ തീർത്ഥാടന യാത്ര കൊടക്കാട് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അനു, ദുർഗ. ശരിക്കും ഈ രസകരമായ, കൗതുകരമായ, ചിരിപ്പിക്കുന്ന കമന്റ്സ് ആണ് ഈ വാർത്തയ്ക്ക് താഴെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. ശബരിമലയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. എങ്ങനെ വിശ്വാസികളോട് ഇങ്ങനെയൊക്കെ നിലപാട് മാറ്റാമോ എന്നാണ്. അത് മാത്രമല്ല അനു, യുക്തിവാദികളായി നടന്നവരാണ് ഇപ്പൊ ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നത്. ഒളിച്ചു ചെയ്തത് പരസ്യമായി ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ അനഘ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കാരണം CPM പാർട്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടാണല്ലോ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് അവിടെ സൈഡിൽ ചെറുതായിട്ടുണ്ട്, പക്ഷെ പ്രധാനം നമുക്ക് പഴനി ആണ്ടവനെ കാണാം, പോയി വരാം എന്നത് തന്നെയാണ്.